ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ +1 ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ 3 വിച്ച് ഈസ് എൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ്. സോ ബിഫോർ ഗോയിങ് ടു ദ ലെസൺ നമുക്ക് ഓഥറിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. T.S. Arthur. T.S. Arthur was an American editor and writer known for morally instructive fiction and essays. He belonged to a period of reform, a time when literature addressed social issues such as temperance, poverty, morality, and social responsibility. His popular work, 10 Nights in a Bar Room, brought him wide recognition. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? T.S. ആർത്തർ ഒരു അമേരിക്കൻ എഴുത്തുകാരനും എഡിറ്ററും ആയിരുന്നു. 1809 to 1885 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഹിസ് റൈറ്റിംഗ്? മെജോറിറ്റി ഓഫ് ഹിസ് വർക്ക് വാസ് മോറലി ഇൻസ്ട്രക്റ്റീവ്, വിച്ച് മീൻസ് മനുഷ്യരെ എന്താണ് നല്ല ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന കഥകളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, ആ സമയത്ത് ഇദ്ദേഹം ജീവിച്ചിരുന്ന ആ സെഞ്ച്വറിയിൽ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൊണ്ടുവന്നിരുന്നു. സച്ചാസ് ടെമ്പറൻസ് എന്ന് വെച്ചാൽ എന്താണ്? മദ്യാസക്തി, പോവേർട്ടി, ദാരിദ്ര്യം, പിന്നെ ധാർമ്മികത, മൊറാലിറ്റി, അങ്ങനെ റെസ്പോൺസിബിലിറ്റി, സാമൂഹികമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിനെയും കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയത് 10 Nights in a Bar Room എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെയാണ്. അത് അമേരിക്ക മൊത്തം പോപ്പുലർ ആവുകയും അതിൽ നിന്നും ശ്രദ്ധേയമായിട്ടാണ് പിന്നീട് അദ്ദേഹം ഫേമസ് ആവുകയും ചെയ്തത്. Now we are moving on to the lesson, An Angel in Disguise. Sometimes simple actions have greater and more lasting impact than grandiose gestures. Do you agree? Can you recall an incident where a simple act made a meaningful difference? Share your experience in class. ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ എന്താണ് പറയുന്നത്? ചില സമയങ്ങളിൽ ഗ്രേറ്റർ ആയിട്ടുള്ള ആക്ഷൻസിനേക്കാളും, വലിയ ആക്ഷൻസിനേക്കാളും സിമ്പിളായിട്ടുള്ള ആക്ഷൻസിനായിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഓക്കെ, വാട്ട് ഈസ് ഗ്രാൻഡിയോസ് ജസ്റ്റേഴ്സ്? ഒരുപാട് വലിയ ജസ്റ്റേഴ്സ് അല്ലേ? എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? ഡു യു എഗ്രി വിത്ത് ദിസ്? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. സോ ഈ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളറായിട്ടുള്ള ഒരു ആക്ഷൻ എങ്ങനെയാണ് വലിയൊരു ഇമ്പാക്റ്റ് നമ്മളെ ലൈഫിൽ ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ലെസനാണ്. ഷാൽ വി സ്റ്റാർട്ട് ദ ലെസൺ? An Angel in Disguise, T.S. Arthur. Idleness, vice, and intemperance had done their miserable work, and the dead mother lay cold and still amid her wretched children. She had fallen upon the threshold of her own door in a drunken fit, and died in the presence of her frightened little ones. Death touches the spring of our common humanity. This woman had been despised, scoffed at, and angrily denounced by nearly every man, woman, and child in the village. But now, pity took the place of anger and sorrow of denunciation. നമ്മുടെ കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു ദുരന്തത്തിൽ നിന്നാണ് അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു വലിയ ദുരന്തം നടന്നിട്ടുണ്ട്. ഒരമ്മ എന്ത് ചെയ്യാണ്? മരിച്ചു കിടക്കുകയാണ്. എവിടെ? തൻ്റെ കുഞ്ഞു മക്കളുടെ മുന്നിൽ ഒരമ്മ മരിച്ചു കിടക്കുന്നതാണ് ഫസ്റ്റ് സീൻ. ഐഡൽനെസ്, വൈസസ് ആൻഡ് ഇൻടെമ്പറൻസ്. വാട്ട് യു മീൻ ബൈ ദിസ്? ഐഡൽനെസ് എന്ന് വെച്ചാൽ എന്താണ്? അലസത അല്ലെങ്കിൽ മടി. വൈസസ് എന്ന് വെച്ചാൽ ദുശീലങ്ങൾ, നമുക്കുള്ള മോശമായ ഒരുപാട് ശീലങ്ങൾ, നല്ലതല്ലാത്ത കാര്യങ്ങളാണ് വൈസസ്. ആൻഡ് ഇൻടെമ്പറൻസ് എന്ന് വെച്ചാൽ എന്താണ്? മദ്യപാനം. ഇത് മൂന്നും കാരണം മിസറബിളായിട്ട്, വളരെ ദയനീയമായിട്ട് എന്താണ്? ഒരമ്മ മരിച്ചു കിടക്കുകയാണ്. എവിടെ? ഇൻ ബിറ്റ്വീൻ ഹെർ ചിൽഡ്രൻ, ഹെർ റെച്ചഡ് ചിൽഡ്രൻ. വാട്ട് യു മീൻ ബൈ റെച്ചഡ് ചിൽഡ്രൻ? റെച്ചഡ് എന്ന് വെച്ചാൽ എന്താണ്? വളരെയധികം നമുക്ക് ദയനീയമായി തോന്നുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള 3 കുട്ടികളുടെ മുന്നിൽ അമ്മ മരിച്ചു കിടക്കുകയാണ്. ഷി ഹാഡ് ഫാളൻ അപ്പോൺ ദ ത്രഷോൾഡ് ഓഫ് ഹെർ ഓൺ ഡോർ ഇൻ ദ ഡ്രങ്കൺ ഫിറ്റ്. ത്രഷോൾഡ് എന്ന് വെച്ചാൽ വീട്ടുവാതിൽക്കൽ, സ്വന്തം വീട്ടുവാതിൽക്കൽ ആ അമ്മ എന്ത് ചെയ്യാണ്? മരിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ അമ്മയുടെ മരണം നേരിൽ കാണുകയാണ്. മാത്രമല്ല, അവൾ ജീവിച്ചിരുന്ന സമയത്ത് അവിടെയുള്ള വില്ലേജേഴ്സ് എല്ലാവരും വളരെ അധികം അവളെ വെറുത്തിരുന്നു.
അല്ലേ? അവരെന്താണ് ഡിസ്പൈസ് ചെയ്തിരുന്നു, സ്കോഫ്റ്റ് ചെയ്തിരുന്നു, ആങ്കർലി ആണ് അവരോട് പെരുമാറിയിരുന്നത്. പക്ഷേ ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ, അത് പൊതുവേ അങ്ങനെയാണല്ലോ അല്ലേ? ഒരാൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, നല്ലൊരു മനുഷ്യനായിരുന്നു. അതേപോലെ എല്ലാം കഴിഞ്ഞ് ഈ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എന്താണ് വളരെ പിറ്റിയോടുകൂടി, സഹതാപത്തോടു കൂടി അവിടെ വന്നിട്ട് സങ്കടപ്പെടുകയും ആ ഒരു ദേഷ്യമൊക്കെ മാറി എല്ലാവർക്കും സഹതാപം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. Neighbors went hastily to the old tumble-down hut, in which she had secured little more than a place of shelter from summer heat and winter cold. Some with grave clothes for a decent interment of the body, and some with food for the half-starving children, 3 in number of this. So in the next paragraph, what it is telling, ഈ നൈബേഴ്സ് എല്ലാവരും പെട്ടെന്ന് തന്നെ വളരെ ധൃതിയോടുകൂടി, ഹേസ്ലി എന്ന് വെച്ചാൽ എന്താണ്, തിരക്കോടെ, ധൃതിയോടെ ഈ ഓൾഡ് ടംബിൾ ഡൗൺ ഹട്ടിലേക്ക് വരികയാണ്. വാട്ട് യു മീൻ ബൈ ഓൾഡ് ടംബിൾ ഡൗൺ ഹട്ട്? വിച്ച് മീൻസ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ, കൊളാപ്സ് ആവാറായ, വീണ് പോകാറായ ഈ ഹട്ടിലേക്ക് വരികയാണ്. ആൻഡ് അതിലെന്താണ്, ആ ഒരു ഹട്ട് എന്ന് പറയുന്നത് ഈസ് എ ലിറ്റിൽ പ്ലേസ്, ഒരു ചെറിയ സ്ഥലമാണ്. വിച്ച് സെക്വേർഡ് ഓൾ ദ ചിൽഡ്രൻ ഫ്രം ദ സമ്മർ ഹീറ്റ് ആൻഡ് വിൻ്റർ കോൾഡ്. നമ്മുടെ ഉഷ്ണകാലത്തെ ചൂടിൽ നിന്നും മഴക്കാലത്തെ തണുപ്പിൽ നിന്നുമൊക്കെ അവരെ സംരക്ഷിക്കുന്ന ആ ഒരു ചെറിയ കുടിലിലേക്കാണ് ഈ നാട്ടുകാരെല്ലാവരും ഓടിയെത്തുന്നത്. ഈ അമ്മ മരിച്ച വിവരം കേട്ടിട്ട് അവരെന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? സം പീപ്പിൾ ആർ ബ്രിങ്ങിങ് ഗ്രേവ് ക്ലോത്ത്സ്. വാട്ട് യു മീൻ ബൈ ഗ്രേവ് ക്ലോത്ത്സ്? നമ്മുടെ ഈ ശവം അടക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ ഒരു ശവ സംസ്കാര പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്തുകൾ കൊണ്ടുവരികയാണ്. ആൻഡ് സം അതേഴ്സ്, വേറെ ചിലരാണെങ്കിലോ ഫുഡ് കൊണ്ടുവരികയാണ്. 3 കുഞ്ഞു കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ 3 കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, അവർ പട്ടിണി കിടക്കുകയാണ്, സ്റ്റാർവ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഹാഫ് സ്റ്റാർവ് ആയിട്ടുള്ള ഈ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുവരികയാണ് ചിലർ. John, the oldest, a boy of 12, a stout lad, able to earn his living with any farmer. Kate, between 10 and 11, bright and active, out of whom something clever might be made if in good hands. But poor little Maggie, the youngest, was hopelessly diseased. 2 years ago, a fall from a window had injured her spine, and she had not been able to leave her bed since, except when lifted in the arms of her mother. So here comes the 3 children. ഇവിടെയാണ് 3 കുട്ടികളെ പറ്റി പറയുന്നത്. The first one is John. ജോൺ ആണ് the eldest one. ജോണിനൊരു 12 വയസ്സുണ്ട്. ആൻഡ് ഹീസ് എ സ്റ്റൗട്ട് ലാഡ് എന്ന് വെച്ചാൽ എന്താ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോയാണ്. സ്റ്റൗട്ട് മീൻസ് നല്ല ആരോഗ്യമുള്ള, നല്ല തിക്കായിട്ടുള്ളൊരു ബോയാണ്. ആൻഡ് ഹീസ് കേപ്പബിൾ ഓഫ് ലിവിങ് വിത്ത് എനി ഫാർമർ. ഏതെങ്കിലും ഒരു ഫാർമർ അടുത്ത് പോയാലും ജീവിക്കാൻ അത്രയും കേപ്പബിൾ ആണ്. ദ സെക്കൻഡ് വൺ, ദ മിഡിൽ വൺ ഈസ് കേറ്റ്. കേറ്റ് എന്ന് പറയുന്നത് വളരെ ആക്റ്റീവും ബ്രൈറ്റും ആയിട്ടുള്ളൊരു കുട്ടിയാണ്. നല്ല റൈറ്റ് ഹാൻഡ്സിലെത്തിയ, കറക്റ്റ് സ്ഥലത്തെത്തിയാൽ വളരെയധികം ബ്രൈറ്റ് ആവാൻ പറ്റുന്ന കഴിവുള്ള ഒരാളാണ് കേറ്റ്. ബട്ട് ഹിയർ കംസ് ദ ലാസ്റ്റ് വൺ, ദ യങ്ങസ്റ്റ് വൺ, വിച്ച് ഈസ് മാഗി. മാഗി എന്താണ്, ഒരു ഡിസീസുള്ള കുട്ടിയാണ്, വയ്യാത്തൊരു കുട്ടിയാണ്. എന്താണ് മാഗിക്ക് സംഭവിച്ചത്? ഒരു ഇഞ്ചുറി പറ്റി. എവിടെ? സ്പൈനിന്. ഷി വാസ് ഫാളൻ ഫ്രം ദ വിൻഡോൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. അതോടുകൂടി പിന്നെ ബെഡ് റിഡൺ ആയി, കിടക്കയിലാണ്, എണീക്കാൻ പറ്റില്ല. അമ്മ എണീപ്പിക്കുമ്പോൾ മാത്രമാണ് മാഗിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എണീക്കാൻ പറ്റുക. ഷീ ഈസ് ദ യങ്ങസ്റ്റ് വൺ. സോ ജോൺ, കേറ്റ് ആൻഡ് മാഗി ആർ ദ 3 children. What is to be done with the children? That was the chief question now. The dead mother would go underground and be forever beyond all care or concern of the villagers. But the children must not be left to starve. Considering the matter and taking it over with his wife, Farmer John said that he would take John. Miss Ellis, who had been looking out for a bound girl, concluded that it would be charitable in her to make choice of Kate, even though she was too young to be much use for several years. അങ്ങനെ അമ്മ മരിച്ചു. അമ്മേനെ ഇവരെല്ലാവരും കൂടി എന്താണ്, അണ്ടർഗ്രൗണ്ടിൽ പോയി ബറി ചെയ്തു. പരിപാടികളൊക്കെ കഴിഞ്ഞു, ശവസംസ്കാരങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്താണ്, ഈ 3 കുട്ടികളെ ഇനി എന്ത് ചെയ്യും? 3 കുട്ടികൾ മാത്രം ബാക്കിയായി, ഇവർക്ക് ആരുമില്ല, ഈ മരിച്ചുപോയ അമ്മ മാത്രമേ ഉള്ളൂ. സോ വില്ലേജസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഇനി ഇവരിപ്പോൾ എന്താ ചെയ്യുക,
ഇവിടെ നമുക്ക് സ്റ്റാർ വി ഇടാൻ പറ്റുമോ? ഈ വീട്ടിൽ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കൊളാപ്സ് ആവാറായ ഈ ട്രംബിൾ ഡൗൺ ആയിട്ടുള്ള ഹട്ടിൽ ഇവർ ഒറ്റയ്ക്ക് ഇടാൻ പറ്റുമോ? ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോഴാണ് ഫാർമർ ജോൺസ് പറയുന്നത്, ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ജോൺ ദ എൽഡസ്റ്റ് വൺ, ദറ്റ് സ്റ്റൗട്ട് ലാഡ്, അല്ലേ, ആ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടി, 12 വയസ്സുകാരൻ, അവനെ ഞാൻ എടുത്തോളാം. എന്താണെങ്കിലും ഫാർമറാണ്, അപ്പോൾ എനിക്കും കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും, പണിയൊക്കെ എടുപ്പിക്കാം, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയണം. അപ്പോഴാണ് മിസ്സസ് എലിസ് വരുന്നത്. മിസ്സസ് എലിസ് എന്താ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കേറ്റീനെ ഞാൻ എടുക്കാം, കുഴപ്പമില്ല, കാരണം എന്തായാലും എനിക്കൊരു ബൗണ്ട് ഗേളിനെ വേണം. വാട്ട് യു മീൻ ബൈ ബൗണ്ട് ഗേൾ? അന്നത്തെ കാലത്തൊക്കെ പഴയ സെഞ്ച്വറിയിൽ വീട്ടുജോലി ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടികളാണ് നമ്മൾ ബൗണ്ട് ഗേൾ എന്ന് പറയുക. വീട്ടിലെല്ലാ പണിയെടുക്കണം, ജസ്റ്റ് ലൈക്ക് എ സ്ലേവ്, ഒരു സ്ലേവിനെ പോലെ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, കേറ്റിൽ കൊണ്ടുപോകാം. ബട്ട് വി നോ കേറ്റ് ഇസ് എ ബ്രൈറ്റ് ആൻഡ് ആക്റ്റീവ് വൺ, റൈറ്റ്? പക്ഷേ എന്ത് ചെയ്യാണ്, കൊണ്ടുപോവാണ്, ഇനി ആരും നോക്കാനില്ല. അങ്ങനെ ഫാർമർ ജോണിനെയും മിസ്സസ് എലിസ് കേറ്റിനെയും കൊണ്ടുപോവാണ്. I could do much better, I know, said Mrs. Ellis, but no one seems inclined to her. I must act from a sense of duty, except to have trouble with the child, for she is an undisciplined thing used to having her own way. But no one said, I will take Maggie. Pitying glances were cast on her wan and wasted form, and thoughts were troubled on her account. Mothers brought her cast-off garments, and removing her soiled and ragged clothes, dressed her in clean attire. The sad eyes and patient face of the little one touched many hearts, but none wanted a bedridden child. ഇവിടെ മിസ്സസ് എലിസ് പറയുകയാണ്, ഓക്കെ, ഐ ക്യാൻ ഡു മച്ച് ബെറ്റർ, എനിക്ക് ഇതിനേക്കാളും നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാം, മേ ബി എനിക്ക് ഈ കേറ്റിനേക്കാളും നല്ല കുട്ടീനെയൊക്കെ എടുക്കാം, പക്ഷേ ഔട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ഓർ ഡ്യൂട്ടി, എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന നിലയിൽ ഇതിനെ വേറെ ആരും എടുക്കാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോയേക്കാം. അങ്ങനെ ഒരു ഔദാര്യത്തിൻ്റെ പുറത്താണ് മിസ്സസ് എലിസ് ഇവിടെ കേറ്റിനെ കൊണ്ടുവന്നത്. പക്ഷേ നോ ബഡി, നൺ ഓഫ് ദ നൈബേഴ്സ് ഓർ ദ വില്ലേജേഴ്സ് സെഡ് ദാറ്റ് ദേ വിൽ ടേക്ക് മാഗി. മാഗിയെ ആരെങ്കിലും എടുക്കുന്ന ഒരാളും പറഞ്ഞില്ല. എല്ലാവരും അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു തരം പിറ്റിയായിട്ടുള്ള നോട്ടം കൊടുത്തു, ഗ്ലാൻസസ് കൊടുത്തു. ആൻഡ് ബട്ട് നോ വൺ ഈസ് റെഡി ടു ആക്സെപ്റ്റ് ഹർ. ആരും എന്താണ് അവളെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയില്ല. കുറേ അമ്മമാരൊക്കെ എന്ത് ചെയ്തു, അവൾക്ക് കുറച്ചുകൂടെ നല്ല ഡ്രസ്സ് കൊണ്ട് കൊടുത്തു, ഗാർമെൻറ്റ്സ് കൊടുത്തു, അവളുടെ കീറിയതും മുഷിഞ്ഞതുമായ തുണിയൊക്കെ മാറ്റി ക്ലീൻ അറ്റയർ കൊടുത്തു. അപ്പോഴും അവരുടെ എല്ലാം മുഖത്ത് നോക്കുമ്പോഴും മാഗി ഈസ് ഹാവിങ് എ വെരി സാഡ് ഐസ് ആൻഡ് എ പേഷ്യൻറ്റ് ഫേസ്. ഒരു ചെറിയ കുട്ടിയാണല്ലേ, ആ ചെറിയ കുട്ടിയുടെ കണ്ണിൽ സങ്കടവും അതുപോലെ തന്നെ വളരെ ദയനീയമായൊരു മുഖവും ആ എല്ലാവരെയും എന്താണ് ഒരുപാട് വേദനിപ്പിച്ചു. അപ്പോഴും ആർക്കും എന്താ, ഒരു ബെഡ് റിഡൻ ആയിട്ടുള്ള, ഒരു രോഗിയായിട്ടുള്ള, കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാത്തൊരു കുട്ടിയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. നിങ്ങളൊന്ന് ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ചേച്ചിയും ചേട്ടനെയും ഓരോരുത്തർ കൊണ്ടുപോവാണ്. ഈ ലോകത്തിന് വേറെ ആരുമില്ല. അമ്മയാണെങ്കിൽ മരിച്ചും പോയി, ബെഡ് റിഡൺ ആണ്. 2 കൊല്ലം മുന്നേ ആ ഒരു വിൻഡോൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് സ്പൈൻ ഇഞ്ചുറി പറ്റിയതുകൊണ്ട് തന്നെ ആർക്കും വേണ്ട. ആൻഡ് ഷീ ഈസ് ജസ്റ്റ് ലൈയിങ് ദ വിത്ത് ദ പിറ്റി. ആ ഒരു ദയനീയമായ നോട്ടത്തോടു കൂടി അവിടെ കിടക്കുകയാണ്. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ ഇൻറ്റൻസ് ദാറ്റ് സിറ്റുവേഷൻ ഈസ്. ഓക്കെ ഫ്രണ്ട്സ്, സോ വി ആർ കൺക്ലൂഡിങ് ദ ഫസ്റ്റ് പാർട്ട് ഹിയർ. നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഒത്തിരി വലിച്ചു നീട്ടി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. ഐ വിൽ ബി ഡൂയിങ് ദിസ് ഇൻ പാർട്ട്. സോ യു മേക്ക് ഷുവർ ദാറ്റ് യു ആർ സബ്സ്ക്രൈബ്ഡ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. So that's all. Hope all of you are enjoying the videos, and if you have any doubt, feel free to ask in the comment section. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കേണ്ടതാണ്. I will be clearing that. Thank you all. Thank you for watching.